ഈമാൻ അത് യമനിയുടെ കയ്യിലുള്ള ഈമാനാണ്. വൽ ഹിക്മ, ഹിക്മത്ത്, ഹിക്മത്ത് ഹിക്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ വിശ്വാസിയായാൽ അയാൾക്ക് സ്വാലിഹായ അമലുകൾ ചെയ്യേണ്ടതുണ്ട്. ആ അമലുകൾ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഫിഖ്ഹിയായ ജ്ഞാനം വേണം, കർമ്മശാസ്ത്രം വേണം. ഫിഖ്ഹിയായ അറിവുകളില്ല എങ്കിൽ അമൽ ചെയ്യാൻ ഒക്കുകയില്ല. നമുക്ക് നിസ്കരിക്കണ്ടേയോ? മയ്യത്തിനെ കൈകാര്യം ചെയ്യണ്ടേ? ഭാര്യയുമായി ജീവിക്കണ്ടേ? ഇവിടെയൊക്കെയും വിജ്ഞാനം ആവശ്യമാണ്, മതവിജ്ഞാനം. വൽ ഹിക്മത്തു, ആ നോളജ്, എന്റെ അംഗീകാരമുള്ള ശരീഅത്ത് വിജ്ഞാനം, അതും തന്നെ യമനിയുടെ കയ്യിലുള്ളത് സൂപ്പറാണ്. അവരുടെ ഫിഖ് അത് സൂപ്പറാണ്, അവരുടെ ഈമാൻ അത് സൂപ്പറാണ്. ഇതിന്റെ അർത്ഥം മറ്റുള്ളവരുടെ കയ്യിലൊന്നും ഈമാൻ ഇല്ല എന്നല്ല. 10 മക്കളുള്ള ഒരു ഉപ്പ, ഇവനാണ് എന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം 9 പേരും അദ്ദേഹത്തിൻ്റെതല്ല എന്നൊന്നുമല്ല. മറിച്ച് ആ മകന്റെ നിൽപ്പും നടപ്പുമൊക്കെ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. എന്റെ സഹോദരങ്ങളെ, കേരളത്തിന് പ്രത്യേകമായി എടുത്തു പറയാവുന്ന ഒരു സൗഭാഗ്യം യമനികളിൽ നിന്ന് ഈമാൻ ഇവിടെ വന്നെത്തി എന്നതാണ്. യമനികളിൽ നിന്ന് ഹിക്മത്ത് ഇവിടെ വന്നെത്തി എന്നുള്ളതാണ്. ഇന്നുള്ള നാം, ഈ തലമുറ വളരെയേറെ കടപ്പെട്ടിട്ടുണ്ട്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെയുമുള്ള ആളുകളുടെ എമ്പാടും കടപ്പാട് നമുക്കുണ്ട്, യാതൊരു സംശയവുമില്ല. അതിനുശേഷമുള്ള തലമുറയിലെ ആഗതരോടും എമ്പാടും കടപ്പാട് നമുക്കുണ്ട്. കൂട്ടത്തിൽ പറയാം, നമ്മുടെ നാടിനെ ഈ കാണുന്ന ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കൊടിക്കൂറയ്ക്ക് കീഴിൽ ശാന്തമായിട്ട്, യാതൊരു സ്ഫോടനത്തിനും പോവാതെ, തീവ്രതയ്ക്ക് പോവാതെ, ആരെയും ദ്രോഹിക്കാൻ പോവാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ നടന്ന് നീങ്ങുന്നതിന് സഹായിക്കുന്ന, അതിനെ സഹായിച്ചിട്ടുള്ള ഒരു വലിയ വിഭാഗം ഈമാനുമായി യമനിൽ നിന്ന് വന്നിട്ടുള്ള തങ്ങന്മാരാണ്. ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ നോളജ് അതുമായി ഇവിടേക്ക് വന്നിട്ടുള്ള മഖ്ദൂമുമാരാണ്. ഇവർ രണ്ടുപേരും യമനിൽ നിന്നാണ് വരുന്നത്. ധാരാളം തങ്ങന്മാർ, സയ്യിദുമാര് യമനിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരാള് ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മമ്രന്തങ്ങളാണ്, അവരുടെ അമ്മാമനാണ്. അവരൊക്കെ തന്നെ അൽ ഈമാനു യമാനിൻ, അവരിവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈമാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചത് തന്നെയായിരുന്നുവോ, അതല്ല കൃത്രിമമായ ഈമാനായിരുന്നു? നാം ഇപ്പോൾ ളുഹ്ർ നിസ്കരിക്കുന്നു, അസ്ർ നിസ്കരിക്കുന്നു, മഗ്രിബ് നിസ്കരിക്കുന്നു, ദാമ്പത്യ ജീവിതം നടത്തുന്നു. ഇതൊക്കെയും നമ്മൾ ചെയ്യുന്നത് വർത്തമാന സമയത്ത് പറയാമല്ലോ, പ്രധാനമായും ഫത്തുൽ മുഈനെ ആസ്പദമാക്കിയിട്ടാണ്. ഈ ഫത്തുൽ മുഈൻ എന്ന് പറയുന്നത് നമുക്ക് സംഭാവന ചെയ്തത് ആരാണ്? അത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം എന്നവരാണ്. ഈ മഖ്ദൂം ഫാമിലി എവിടുന്നാ വന്നത്? അവർ വന്നിട്ടുള്ളതും യമനിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ 2 സാധനം, ഒന്ന് ഈമാനും പിന്നെ ഒന്ന് ഫിഖ്ഹിയായ ജ്ഞാനവും. ഈ 2 കാര്യവും നമ്മുടെ കേരളത്തിൽ വിന്യസിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ളത് യമനികളാകുന്നു എന്നൊരു പ്രത്യേകത കൂടി നമുക്കുണ്ടാകുമ്പോൾ സൂപ്പറിന്റെ തന്നെ അർഹരാവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ടോപ്പ് നിലവാരമുള്ള ഈമാനും ടോപ്പ് നിലവാരത്തിലുള്ള ഹിക്മത്തും കയ്യേൽക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരമുള്ള ഈമാൻ ആയിരുന്നുവോ മമ്പുറം തങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുന്നത്? ആയിരുന്നു. തങ്ങൾ കൊണ്ടുവന്ന ഈമാൻ എന്ന് പറയുന്നത് ഉറുക്കിന്റെയും നൂലിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ ഈമാനാണ്. അവകളൊക്കെയും ശിർക്കാക്കി തീർക്കുന്ന ഒരു വിശ്വാസധാര അതായിരുന്നില്ല തങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ഉറപ്പല്ലേ? പൂവമ്പഴം കൊടുത്തിട്ട്, അതല്ലെങ്കിൽ ഉറുക്ക് കൊടുത്തിട്ട്, വെള്ളം കൊടുത്തിട്ട് ഈ പ്രവർത്തനങ്ങളെ കൊണ്ട്
തന്നെ മുസ്ലിം ഉമ്മത്തിനെ മാർഗനിർദ്ദേശം ചെയ്ത് ഒരു 90-ലേറെ വർഷക്കാലം ജീവിച്ചുള്ള മഹാനതരാണ് മമ്പുറന്തങ്ങളും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈമാനും ഇതൊക്കെ തന്നെയായിരുന്നുവോ? മുസ്ലിം എന്നവർ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി. മദീനയിലെ തണുപ്പ് അറിയാമല്ലോ സുഹൃത്തുക്കളെ, തണുപ്പ് സീസണിൽ പലപ്പോഴും ദുബായിലും ഖത്തറിലുമൊക്കെ അനുഭവപ്പെടുന്നതിനേക്കാളും എത്രയോ കൂടിയ അളവിലാണ് തണുപ്പ് മദീനയിൽ അനുഭവപ്പെടാറ്. ഹദീസിൽ പറയുകയാണ്, വളരെ ശക്തമായ തണുപ്പുള്ള സമയത്താണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളെ ആശിച്ചു വന്നിട്ടുള്ള ആളുകളുടെ ആശ കെടുത്താറുണ്ടായിരുന്നില്ല. എന്താ സംഗതി? രാവിലെ പള്ളിയിൽ നിസ്കാരത്തിന് വേണ്ടി ആളുകൾ വരുന്ന സന്ദർഭത്തിൽ മദീനയിലെ വീട്ടുകാര്, സ്ത്രീകള്, കുട്ടികൾ വശവും മുതിർന്നവർ വശവുമൊക്കെയായിട്ട് കൊടുത്തയക്കും വെള്ളപ്പാത്രം. എന്തിനാണ് ഈ വെള്ളപ്പാത്രം കൊടുത്തയക്കുന്നത്? തങ്ങൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ പാത്രത്തിലൊക്കെ അവിടുത്തെ തൃക്കരം ഒന്ന് ഇട്ട് കൊടുക്കണം. തങ്ങളുടെ കൈയൊന്ന് അതിൽ വെച്ചെടുത്താൽ മതി. അപ്പൊ തങ്ങളുപ്പാപ്പായുടെ വെള്ളം അതിനു വേണ്ടിയായി ഈ പാത്രം കൊടുത്തയക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശമായില് പറയുക, സ്വഭാവ രീതികൾ പറയുന്ന കൂട്ടത്തിൽ പറയുക, ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും എല്ലാ പാത്രത്തിലും തങ്ങൾ കൈവച്ചു കൊടുത്ത് അവരുടെ ആശ പൂർത്തിയാക്കാതെ നിരാശരാക്കി വിടാറില്ല. ഇന്ന് തണുപ്പാണ്, അതുകൊണ്ട് ഒന്നിന് മാത്രം കൈയിടാം, ഇനി എന്നെ കൊണ്ടാവില്ല, ബാക്കി നാളെ വരൂ, അല്ലെങ്കിൽ ചൂടുകാലം വരുന്നേരം നോക്കാം എന്നൊന്നും പറയുമായിരുന്നില്ല. എല്ലാവരുടെയും ആശ നിറവേറ്റി കൊടുക്കുമാറുണ്ടായിരുന്നു. എന്റെ സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കുക. മമ്പുറന്തങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ള ഈമാൻ, യമനിൽ നിന്ന് കൊണ്ടുവന്ന ആ ഈമാൻ, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുദ്രയുള്ളതാണോ? തങ്ങൾ പാപ്പായുടെ ഒപ്പുള്ള ഈമാൻ തന്നെയായിരുന്നു? അതല്ല മമ്പുറന്തങ്ങൾ ജീവിക്കാൻ മുറ മറ്റൊന്നും കാണാത്തതിന്റെ പേരിൽ ചില്ലി കാശ് സ്വരൂപിക്കുന്നതിന് വേണ്ടി കെട്ടിപ്പടുത്തായിരുന്നു ഈ പൂവൻ പഴം കൊടുക്കൽ, അല്ലെങ്കിൽ മറ്റുള്ള പഴം കൊടുക്കൽ, അദ്ദേഹത്തിന്റെ നൂല്, അദ്ദേഹത്തിന്റെ വെള്ളം? പറയൂ നിങ്ങൾ. മദീനയിൽ നിന്ന് വരട്ടെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവമായി, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം ശമായിലും എല്ലാ ആളുകൾക്ക് വേണ്ടിയിട്ടും കൈയിട്ട് കൊടുക്കുക. മദീനയിൽ നിന്ന് വന്ന ഈമാൻ യമൻ വഴി നമ്മുടെ നാട്ടിലെത്തിയത് വെള്ളത്തിന്റെ അംശമുള്ള ഈമാനായിരുന്നുവോ? ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്ന അവസരത്തിൽ തങ്ങളുടെ വുളുവിന്റെ ഫള് ലഭ്യമാകുവാൻ, ബാലൻസ് ലഭ്യമാകുവാൻ വേണ്ടി, കിട്ടുന്നതിന് വേണ്ടി സ്വഹാബിമാര് തിരക്ക് കൂട്ടാറുണ്ടായിരുന്നു. എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം എന്ന നിലക്ക് അവർ തിരക്ക് കൂട്ടാറുണ്ടായിരുന്നു. തങ്ങളുടെ ഫള് എന്ന് പറഞ്ഞാൽ എന്താണത്?